സീതയോടൊപ്പം രാമൻ അയോധ്യയിൽ മടങ്ങിച്ചെന്ന് രാജ്യഭാരം ഏറ്റെടുത്തു. രാവണ രാജധാനിയിൽ ഏറെക്കാലം കഴിച്ചുകൂട്ടിയ സീതയെക്കുറിച്ച് അപവാദമുണ്ടായതിനാൽ രാമൻ ഭാര്യയെ കാട്ടിൽ പരിത്യജിച്ചു. വാൽമീകിയുടെ ആശ്രമത്തിൽ വച്ച് സീത രാമപുത്രന്മാരായ ലവനെയും കുശനെയും പ്രസവിച്ചു. വസിഷ്ഠന്റെ ഉപദേശമനുസരിച്ച് അതിനുശേഷം രാമൻ അശ്വമേധയാഗം നടത്താൻ തയ്യാറായെങ്കിലും അതിന്റെ നിയമാനുസരിച്ച് തന്നോടൊപ്പം ആസനസ്ഥയാകാൻ പുതിയ പത്നിയെ സ്വീകരിക്കുന്നതിന് സന്നദ്ധനായില്ല. വാൽമീകിയോടൊപ്പം യോഗശാലയിലെത്തിയ പുത്രന്മാരെ കണ്ടെത്തിയ രാമൻ സീതയുടെ ചാരിത്രം തെളിയിച്ച് വീണ്ടും സ്വീകരിക്കാൻ സന്നദ്ധനായി. എന്നാൽ അവിടെ ചെന്ന് സീത ചാരിത്രം തെളിയിച്ച ശേഷം ഭൂമിക്കുള്ളിൽ അന്തർധാനം ചെയ്യുകയാണ് ചെയ്തത്. അച്ഛന്റെ സത്യം പാലിക്കുന്നതിനു വേണ്ടി രാജ്യം വെടിയാനും ജനഹിതം നിറവേറ്റുന്നതിനു വേണ്ടി ഭാര്യയെ ത്യജിക്കാനും രാമൻ തയ്യാറായത് ധർമ്മം പാലിക്കുന്നതിൽ രാമനുള്ള നിഷ്ഠയെ തെളിയിക്കുന്നു. ആര്യധർമ്മം പാലിക്കുന്നതിനു വേണ്ടി അദ്ദേഹം വൈദിക വിധിക്കെതിരെ തപസ് അനുഷ്ഠിച്ച ഒരു ശൂദ്രനെയും വധിക്കുകയുണ്ടായി. എല്ലാവർക്കും രാമായണത്തിന്റെ ചുരുക്കകഥ മനസ്സിലാവുകയും ഇഷ്ടപ്പെട്ടുവെന്നും കരുതുന്നു. നന്ദി.